അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അടിമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന അധ്യാപനങ്ങൾ പ്രായോഗികമായിരുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം അടിമ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇസ്ലാമിനെ നിഷ്പക്ഷമായി കാണുന്ന ആളുകൾ പോലും ഒരുപക്ഷെ ഇസ്ലാം അടിമകളുമായി ബന്ധപ്പെട്ട് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് സമ്മതിക്കുമ്പോഴും അടിമ സമ്പ്രദായത്തെ പരിപൂർണമായി, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അടിമ സമ്പ്രദായത്തെ നിർത്തലാക്കുന്ന തരത്തിലുള്ള അധ്യാപനങ്ങളില്ല എന്നത് ഇസ്ലാമിൻ്റെ ഒരു പോരായ്മയായി അവർ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അടിമത്തം എന്നത് ലോകത്ത് വളരെ വ്യാപകമായിട്ടുള്ള, സമൂഹത്തിൽ വളരെയധികം ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനവിഭാഗം, ലോകത്തിൻ്റെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം അന്ന് അടിമകളായി നിലനിന്നിരുന്നു. അങ്ങനെ ഈ വലിയ ഒരു ജനവിഭാഗത്തെ ഒറ്റയടിക്ക് മോചിപ്പിക്കുക എന്ന് പറയുന്നത്, അത് തീർച്ചയായും അതിൻ്റെ അനന്തരഫലമായി സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക, അതായത് അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ ഇരകളെന്ന് പറയുന്നത് ആ അടിമകൾ തന്നെയായിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിമകളെ ഒറ്റയടിക്ക് മോചിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ വളരെ വലിയ വിപത്തുകൾ ഉണ്ടാകും. അതിൻ്റെ ഇരകൾ ആ അടിമകൾ തന്നെയായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചത് അത് വെറുതെ പറയുന്ന ഒരു സംഗതിയല്ല, മറിച്ച് അതിന് ചരിത്രം സാക്ഷ്യമായുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ അബ്രഹാം ലിങ്കൻ്റെ നേതൃത്വത്തിൽ നടന്ന വിമോചന പ്രഖ്യാപനം, അല്ലെങ്കിൽ അതിനുശേഷം നടന്ന 13-ാം ഭേദഗതി, അതിലൂടെ ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ സ്വതന്ത്രരായി എന്ന് പറയപ്പെടുമ്പോഴും എന്തായിരുന്നു ആ സ്വതന്ത്രരാക്കപ്പെട്ട അടിമകൾക്ക് ആ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ ഒരു ചരിത്ര പഠനമാണ് ജിം ഡൗൺസിൻ്റെ സിക്ക് ഫ്രം ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. അതായത് ആ ഗ്രന്ഥം, അത് ചരിത്രകാരനായിട്ടുള്ള അദ്ദേഹം അതിനെ ഫ്രീഡ്മെൻസ് ബ്യൂറോ എന്ന, അതായത് ഫ്രീഡ്മെൻസ് ബ്യൂറോ എന്ന് പറയുന്നത് മോചിതരാക്കപ്പെട്ട അല്ലെങ്കിൽ മോചിതരാകുന്ന അടിമകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഭക്ഷണവും പാർപ്പിടവും അതുപോലെ തന്നെ വൈദ്യസഹായവും എല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഏജൻസിയാണ്. ആ ഫ്രീഡ്മെൻസ് ബ്യൂറോയുടെ മെഡിക്കൽ ഡിവിഷൻ റെക്കോർഡുകൾ അനുബന്ധമാക്കിയാണ്, അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം തൻ്റെ പഠനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിൻ്റെ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിന് പേര് നൽകിയത് തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നു അന്നത്തെ അടിമകൾക്ക് അല്ലെങ്കിൽ മോചിതരായവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന ആ പ്രയാസങ്ങളുടെ ഒരു നേർചിത്രം നമുക്ക് ആ ആരംഭത്തിലെ അധ്യായത്തിൻ്റെ പേരിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത്, ആ അധ്യായത്തിൻ്റെ പേര് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഡൈയിങ് ടു ബി ഫ്രീ എന്നാണ്. അതായത് അവരുടെ മോചനം വാസ്തവത്തിൽ അവർ മരണത്തിലേക്കുള്ള ഒരു മോചനമായിരുന്നു എന്ന് ആ അധ്യായം മുഴുക്കെ അദ്ദേഹം വിവരിച്ച് കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ആളുകൾ ഒന്നുമില്ലാത്ത ആളുകളായിരുന്നു. അവർ സ്വതന്ത്രരാക്കപ്പെട്ടപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമോ താമസിക്കാനുള്ള പാർപ്പിടമോ അത്യാവശ്യമായിട്ടുള്ള വൈദ്യസഹായമോ പോലും അവർക്ക് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത് അന്ന് വളരെ അധികം പകർച്ചവ്യാധികൾ ഉണ്ടായതിൻ്റെ കാരണമായി ഒരുപാട് ആളുകൾ അങ്ങനെ മരണപ്പെട്ടു. അതുപോലെ വിശപ്പ് സഹിക്കേണ്ടി വന്ന് മായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. ഇനി ചില ആളുകൾ തങ്ങളുടെ പ്രയാസങ്ങളുടെ വെളിച്ചത്തിൽ പിന്നീട് തങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഉടമസ്ഥൻ്റെ അടുത്തേക്ക് തിരികെ പോയപ്പോൾ ആ ഉടമസ്ഥർ പറഞ്ഞത്, നിങ്ങളുടെ കാര്യം ഇനി ഗവൺമെൻറ്റിൻ്റെ പക്കലാണ്,
ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നാണ്. പക്ഷേ ഇനിയും നിങ്ങൾ ഇവിടെ താമസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇവിടെ താമസിക്കുന്നതിന് വാടക നൽകേണ്ടതായി വരും എന്ന് അവരോട് പറയപ്പെടുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകേണ്ട വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ആളുകൾ പോയിട്ടുള്ളത് എന്ന് ചരിത്ര പഠനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തിനധികം ഈ ഫ്രീഡ്മെൻസ് ബ്യൂറോയുടെ ലീഡർ പോലും പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പിന്നെ പറഞ്ഞതായിട്ട് ഈ ജിം ഡൗൺസ് തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്, ഈ ഒരു വിമോചന പ്രഖ്യാപനത്തിന് ശേഷമുള്ള മോചനം എന്നത് അത് വാസ്തവത്തിൽ ഒരു ഭൂകമ്പം പോലെയായിരുന്നു എന്നും അത് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയെ തകർത്ത് അതിനെ പിടിച്ചുകുലുക്കുകയും അതിനെ ശിഥിലമാക്കുകയും ചെയ്തു എന്നുമാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ഈ വാക്കുകളിൽ നിന്നും തന്നെ അതിൻ്റെ ഭയാനകമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിരുന്ന, അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹം ഈ ഒരു അവസ്ഥയെ സംബന്ധിച്ച്, ഈ വിമോചന പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞത്, അവരുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിലേക്കും അതുപോലെ പട്ടിണിയിലേക്കുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു എന്നാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ നടത്തപ്പെടുന്ന സ്വാതന്ത്ര്യം, അതിൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി എന്ന് പറയപ്പെടുന്ന അടിമകൾക്ക് അതിലൂടെ യാതൊരു ഗുണവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ വിപരീത ഫലമാണ് പലർക്കും അതിൽ നിന്നും ഉണ്ടായത് എന്നാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന അടിമ സമ്പ്രദായത്തെ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുന്നത്. ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു സ്വതന്ത്രനെ അടിമയാക്കുന്നതിനെ വിലക്കിക്കൊണ്ടാണ്. അതായത് ഒരു സ്വതന്ത്രനും, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, ഒരു സ്വതന്ത്രനെ ആരെങ്കിലും അടിമയാക്കുകയാണെങ്കിൽ ആ വ്യക്തിയുമായി അള്ളാഹു ഖിയാമത്ത് നാളിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. അത്രയും കഠിനമായ വാക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയെയും ഒരു സ്വതന്ത്രനെയും അടിമയാക്കുക എന്നത് ഒരു തരത്തിലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സ്വതന്ത്രനെ അടിമയാക്കാനുള്ള എല്ലാ വാതിലുകളും ഇസ്ലാം കൊട്ടിയടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അവശേഷിക്കുന്ന ഒരു കാര്യമുള്ളത് യുദ്ധത്തടവുകാരാണ്. യുദ്ധത്തടവുകാർ എന്നത് ഈ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലും യുദ്ധത്തടവുകാരെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് അനുവദനീയമായിട്ട് ഉള്ള ഒരു സംഗതി, അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അതിനെ ഇന്നും മനസ്സിലാക്കുന്നത്. അതിൽ ജനീവ കൺവെൻഷൻസിലെല്ലാം ഇതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതല്ലാതെയുള്ള എൻസ്ലേവ്മെൻറ്റിനുള്ള എല്ലാ വാതിലുകളും ഇസ്ലാം കൊട്ടിയടച്ചിട്ടുണ്ട്. ഇനി നിലവിലുള്ള അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള അധ്യാപനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇസ്ലാം ഘട്ടം ഘട്ടമായി ഈ ഒരു അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള അധ്യാപനങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ഒരു കാരണം, അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ വളരെയധികം രൂഢമൂലമായിട്ടുള്ള ഒരു തിന്മയായതുകൊണ്ട് തന്നെ അതിനെ ആളുകളുടെ ഹൃദയത്തിൽ നിന്നും പോലും ആ ഒരു അടിമ ഉടമ എന്ന ആ മനോഭാവത്തെ പോലും ചികിത്സിക്കേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം അതിനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു അടിമ സമ്പ്രദായത്തെ ഇല്ലാതാക്കിയത്, അതിനുവേണ്ടിയുള്ള അധ്യാപനങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അടിമകളുമായി വർത്തിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ഉടമ എന്തെല്ലാം കാര്യങ്ങൾ അടിമയോട് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചും വിപ്ലവകരമായ പല മാറ്റങ്ങളും പല നിയമങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഉദാഹരണത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നത്, അടിമകൾക്ക് നിങ്ങളെന്താണോ ഭക്ഷിക്കുന്നത് അത് നിങ്ങളുടെ അടിമകൾക്ക് ഭക്ഷിക്കാൻ നൽകുകയും നിങ്ങളെന്താണോ ഉടുക്കുന്നത് അത് അവരെ ഉടുപ്പിക്കുകയും അവർക്ക് ഭാരിച്ച ജോലികൾ നൽകാതിരിക്കുകയും ചെയ്യണമെന്ന്. അഥവാ
ഭാരിച്ച ജോലികൾ നൽകുമ്പോൾ അതിൽ അവരുടെ കൂടെ അവരെ സഹായിക്കണം എന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു. എന്തിനധികം ഒരു ഒരു അടിമയെ അടിമ എന്ന് വിളിക്കുന്നതിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു. അതുപോലെ തന്നെ ഉടമയെ അടിമയോട് പറയുന്നു, ഉടമയെ ഉടമ എന്ന് വിളിക്കരുത് എന്നും. അതായത് അടിമ ഉടമ എന്ന ആ ഒരു അന്തരം ഇല്ലാതാക്കുന്നതിനുള്ള അധ്യാപനങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. ഇനി അടിമകളെ മോചിപ്പിക്കുന്ന അധ്യാപനങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, സ്വമേധയാ അടിമകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങൾ ഒരു ഭാഗത്തും, അതുപോലെ തന്നെ നിർബന്ധമായി അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള അധ്യാപനങ്ങളും നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ അതിൻ്റെ ആരംഭകാലത്ത് ഇറങ്ങിയ അധ്യായങ്ങളിൽ തന്നെ വരുന്ന ഒരു സംഗതിയാണ് വമാ അദറാക മൽ അഖബ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വമാ അദറാക മൽ അഖബ ഫക്കു റഖബ. അതായത് ആ ഗിരിമാർഗം, അതായത് ആത്മീയ ഉന്നതി കൈവരിക്കാനുള്ള മാർഗം എന്തെന്ന് നിനക്കെന്തറിയാം. ഇത് പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്മകൾ വിവരിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന നന്മ എന്നത് അടിമകളെ മോചിപ്പിക്കുക എന്നതാണ്. അതിലൂടെ ആത്മീയ പുരോഗതി കൈവരിക്കാൻ സാധിക്കും എന്ന് അള്ളാഹു പറയുന്നു. അതായത് സ്വമേധയാ അവർക്ക് അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രേരണയും പ്രചോദനവും ഈ അധ്യാപനത്തിലൂടെ അള്ളാഹു നൽകുകയാണ്. ഇതുകൂടാതെ ഇസ്ലാമിൽ ഒരുപാട് തിന്മകൾക്കുള്ള പ്രായശ്ചിത്തം ആയിക്കൊണ്ട് അടിമകളെ മോചിപ്പിക്കുക എന്ന ഒരു സംഗതി വച്ചിരിക്കുന്നു. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ ഒരാൾ പ്രതിജ്ഞാലംഘനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം അടിമമോചനമാണ്. അതുപോലെ ആരെങ്കിലും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോവുകയാണെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അവർക്ക് ബ്ലഡ് മണി നൽകുന്നതോടൊപ്പം തന്നെ ഒരു അടിമയെ മോചിപ്പിക്കുന്നത് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ അന്ന് അറേബ്യയിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ലിഹാർ എന്നത്. അതായത് സ്വന്തം ഭാര്യയെ മാതാവ് എന്ന് വിളിച്ചുകൊണ്ട് ആ ഭാര്യയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും എന്നാൽ ആ ഭാര്യയെ പറഞ്ഞയക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതിനെ ഇസ്ലാം നിർത്തലാക്കുകയും ആ സമ്പ്രദായത്തെ നിഷിദ്ധമാക്കി പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രായശ്ചിത്തമായി ആ ഭാര്യയെ സ്പർശിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി അടിമയെ മോചിപ്പിക്കണം എന്നുള്ള ഒരു അധ്യാപനവും കൂടി നൽകുകയുണ്ടായി. ഇതുപോലെ തന്നെ ഹദീസുകളിലും നിർബന്ധമായും അടിമയെ മോചിപ്പിക്കുന്നതിനുള്ള സന്ദർഭങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ്, ഒരു അടിമയെ ഉടമ അബദ്ധവശാൽ അടിച്ചു പോവുകയാണെങ്കിൽ ആ അടിമയെ മോചിപ്പിക്കണമെന്ന് പറയുന്നു. നിർബന്ധമായും ആ അടിമയെ മോചിപ്പിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു അടുത്ത ബന്ധുവാണ് അടിമയായി വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായി ആ അടിമ മോചിതനാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇതൊന്നുമല്ലാതെ യാതൊരു കാരണവുമില്ലാതെ, വാസ്തവത്തിൽ അടിമയെ മോചിപ്പിക്കാനുള്ള യാതൊരു കാരണവുമില്ലാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ അടിമയെ മോചിപ്പിക്കുന്നു. ഉദാഹരണമായി സൂര്യഗ്രഹണം സംഭവിച്ചാൽ അടിമയെ മോചിപ്പിക്കണമെന്ന അധ്യാപനം. ഇതിൽ വാസ്തവത്തിൽ അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വ്യഗ്രത കൊള്ളുന്ന ഒരു അധ്യാപനമായിട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് അധ്യാപനങ്ങൾ മറ്റ് അവസരങ്ങളിലും ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാം അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള പല വിധേനയും അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും കൂടാതെ ഒരു അടിമ സ്വയം സ്വതന്ത്രനാകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ സ്വതന്ത്രനാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി തൻ്റെ ഉടമയോട് ഒരു ഉടമ്പടിയിലൂടെ സ്വതന്ത്രനാക്കപ്പെടാനുള്ള ഒരു ഉടമ്പടി തയ്യാറാക്കിക്കൊണ്ട് അതിനെ മുക്കാത്തബത്ത് എന്ന് പറയുന്നു. ആ ഉടമ്പടിയിലൂടെ സ്വതന്ത്രനാക്കപ്പെടാൻ അയാൾക്ക് അവകാശം ഇസ്ലാം നൽകുന്നു. ഇത്തരത്തിൽ എല്ലാ വിധത്തിലും അടിമകളെ മോചിപ്പിക്കാനുള്ള പലതരം അധ്യാപനങ്ങളാണ് നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിമ സമ്പ്രദായത്തെ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങൾ അപൂർണമാണ് അല്ലെങ്കിൽ അപ്രായോഗികമാണ് എന്ന് പറയുന്നവർ ഒന്നുകിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ
ചരിത്ര യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടോ ആണ് അവർ ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ നേരത്തെ അമേരിക്കയിലെ ആ സംഭവം വിവരിച്ചപ്പോൾ അവിടെ എത്രമാത്രം ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു അവരുടെ വിമോചന പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരിക്കലും തന്നെ നാം ആ അമേരിക്കയിൽ നടന്ന വിമോചന പ്രഖ്യാപനത്തെ കുറച്ച് കാണുകയല്ല. മറിച്ച് അത് അതുമായി ബന്ധപ്പെട്ട് അതിനെയും ഇസ്ലാം മുന്നോട്ട് വെച്ച അധ്യാപനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക അധ്യാപനങ്ങൾ അപൂർണമാണ് അല്ലെങ്കിൽ അപ്രായോഗികമാണ് എന്ന് പറയുന്നത് ചരിത്രപരമായും യുക്തിപരമായും എല്ലാം അത് തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം മോചിപ്പിച്ച അടിമകളുടെ അവസ്ഥയും ഈ ആധുനിക കാലത്ത് അമേരിക്കയിൽ മോചിപ്പിക്കപ്പെട്ട അടിമകളുടെ അവസ്ഥയും നാം താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ നമുക്ക് ആ താരതമ്യ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് അതായത് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വിമോചന പ്രഖ്യാപനങ്ങളിലെല്ലാം അതിൻ്റെ അനന്തരഫലമായി ഒരു പ്രത്യക്ഷത്തിലൊരു മോചനം നടന്നു എങ്കിലും അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പിന്നീട് വീണ്ടും ഈ അടിമകളെ അടിച്ചമർത്തുന്നതിനുള്ള നിയമങ്ങൾ വീണ്ടും നടപ്പിൽ വരുത്തുകയാണ്. ജിം ക്രോ ലോസ് പോലുള്ള നിയമങ്ങൾ അത് ഏകദേശം 1870-കളിൽ അത് ആരംഭിക്കുമ്പോൾ അത് ഒരു നൂറ്റാണ്ട് ആ നിയമങ്ങൾ പിന്നെയും നടപ്പിലാക്കപ്പെടുകയാണ്. 1960-കളിലാണ് അത് അവസാനിപ്പിക്കപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇന്നും ഇത്തരം അടിമകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ വർഗവിവേചനങ്ങൾ നമുക്ക് അതിൻ്റെ വാർത്തകൾ ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ അവരുടെ മനോഭാവത്തിൽ യാതൊരു വ്യത്യാസവും ഈ നിയമങ്ങൾ കൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന് നേർവിപരീതമായി ഇസ്ലാമിക ലോകത്ത് നാം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളുടെ അവസ്ഥ എന്തായിരുന്നു, അവർക്ക് സമൂഹത്തിൽ ഏത് രീതിയിലുള്ള അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ ചില ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു. ഉദാഹരണത്തിന് ഹസ്രത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ഹസ്രത്ത് ഉസാമ റളിയല്ലാഹു അൻഹു എന്നിവർ പല യുദ്ധങ്ങളിലും അവരെ പല പ്രമുഖരായിട്ടുള്ള പ്രമാണിമാരായിട്ടുള്ള അറബികളുള്ള സൈന്യത്തിൻ്റെ നേതാക്കന്മാരായിക്കൊണ്ട് അതിൻ്റെ കമാൻഡറായിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെയാണ് നിയമിച്ചിരുന്നത്. അതായത് ഈ പൂർവ്വ അടിമകളെയാണ് നിയമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതുപോലെ മറ്റ് സംഭവങ്ങളും ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രമാണിമാരായിട്ടുള്ള അറേബ്യയിലെ പ്രമാണികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കാണുവാനായി കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന വാർത്ത കേട്ടപ്പോൾ ഈ പ്രമാണിമാർക്ക് മുന്നിൽ അദ്ദേഹത്തിനാണ് മുൻഗണന നൽകിയത്. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവും സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അടിമകളായിരുന്ന സഹാബാക്കൾക്ക് മുൻഗണന നൽകുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്ന രംഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ജെറുസലേമിലേക്ക് പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയാണ്. അത് നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന അവിടുത്തെ നേതാക്കന്മാർ കാണുന്നത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണുമായി നടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൽ അദ്ദേഹത്തിൻ്റെ അടിമ ഇരിക്കുന്നതുമായിട്ടുള്ള രംഗമാണ്. അതായത് ഇവിടെ ഇത്രയും വലിയ ഒരു അന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇസ്ലാം വാസ്തവത്തിൽ അവിടെയുള്ള ആളുകളുടെ കേവലം ഒരു മോചനം നടത്തുക മാത്രമായിരുന്നില്ല ചെയ്തത്, മറിച്ച് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ മനോഭാവത്തെ തന്നെ ചികിത്സിക്കുകയായിരുന്നു വാസ്തവത്തിൽ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഫലമായാണ് ഈ ഒരു അന്തരം അല്ലെങ്കിൽ അടിമകളുടെ മോചനം, യഥാർത്ഥത്തിലുള്ള മോചനം സാധ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന
അടിമ സമ്പ്രദായത്തെ സംബന്ധിച്ച് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള അധ്യാപനങ്ങളെന്നത് അത് വാസ്തവത്തിൽ ഒരു അടിമകളില്ലാത്ത സമൂഹം ഉണ്ടാകണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ലോകം ഉണ്ടാകണമെന്നുള്ളതാണ്. വാസ്തവത്തിൽ അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമായിക്കൊണ്ട് ഇസ്ലാം അടിമ മോചനത്തെ മുന്നോട്ട് വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ പറയുന്ന ആ സൂക്തത്തിൽ തന്നെ അതിനോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു സംഗതി, ഇനി അടിമകളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇന്നത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതായത് അടിമകളില്ലാത്ത ഒരു ലോകം, ഒരു കാലം ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ പ്രായോഗികമാക്കുന്നതിലൂടെ അടിമകളില്ലാത്ത ഒരു ലോകമുണ്ടാകും എന്നതാണ് അതിൻ്റെ പ്രത്യേകതയായി നമുക്കും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ചരിത്രപരമായ തെളിവാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇസ്ലാമിക ഈ അടിമ സമ്പ്രദായത്തെ പരിപൂർണമായും നിർത്തലാക്കുന്ന അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കാത്തതിൻ്റെ ഫലമായി, ഏതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നീട് കാലം കഴിയും തോറും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നും വിട്ടുനിന്നതിൻ്റെ ഫലമായി മുസ്ലിങ്ങൾ പലതരത്തിലുള്ള വിപത്തുകളിൽ ഉൾപ്പെട്ടതുപോലെ തന്നെ ഈ അധ്യാപനങ്ങളിൽ നിന്നും, അടിമ സമ്പ്രദായത്തെ നിർത്തലാക്കുന്ന അധ്യാപനങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ മാറി നിന്നത്, അല്ലെങ്കിൽ അതിനെ അവഗണിച്ചതിൻ്റെ ഫലമായി പിന്നീട് മുസ്ലിം ലോകത്ത് പല മുസ്ലിം സമൂഹങ്ങളിലും അടിമ സമ്പ്രദായം നിലനിന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളെ വിസ്മരിച്ചതിൻ്റെ ഫലമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള അധ്യാപനങ്ങളും അതുപോലെ തന്നെ ലോകത്ത് പല സമയങ്ങളിലായി നടന്നിട്ടുള്ള വിമോചന പരിശ്രമങ്ങളും നാം താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ തീർച്ചയായും ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള അടിമ സമ്പ്രദായത്തെ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള ഈ അധ്യാപനങ്ങളാണ് ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമായിട്ടുള്ളത് എന്നത്, യുക്തിസഹമായിട്ടുള്ളത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്.